ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടേ. വിജയം അല്ലെങ്കിൽ മൃത്യു. ചേച്ചി, ഞാനെന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിച്ചോളാം. അച്ഛനെന്താ മൂട്ടി തീ പിടിച്ച വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ആരോ പ്രതീക്ഷ നിൽക്കും അച്ഛൻ. ആരായിരിക്കും കളിക്കുന്നു? എന്റെ പിറകെ കിടക്കാതെ ആള് വന്നു നോക്കടാ. ശരി അച്ഛാ, ഇപ്പൊ തന്നെ നോക്കൂ ഞാൻ. സുമേ, കൊടുക്കാനുള്ള പാലും പഴമൊക്കെ റെഡിയല്ലേ? റെഡിയാ. ആരമ്മേ വരുന്നത്? തത്തയാണോ? അല്ല, പാലും പഴമൊക്കെ എടുക്കാൻ പറയുന്നു. തത്തയല്ലടി, അണ്ണാൻ കുഞ്ഞു. എടി സുമ, പറഞ്ഞു കൊടുക്കടി ഈ കഴുതയോട് വരുന്നത് ഒരു ത്രികോല ജ്ഞാനിയാണെന്ന്. ദിവ്യജ്ഞാനമുള്ള സ്വാമി. എടി പോത്തെ, സ്വാമിജി പറഞ്ഞ അത് അച്ചട്ടാ. 2018 പ്രളയവും കോവിഡ് മഹാമാരിയൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള ആളാണ്. അല്ലാതെ നിന്റെ കെട്ടിയോനെ പോലെ സ്വന്തം ഭാവിയോ ഭൂതമോ വർത്തമാനമോ തിരിച്ചറിയാനോ പ്രവചിക്കാനോ പറ്റാത്ത സ്വാമിയല്ല. അച്ഛാ, അയാൾ എത്തിയിട്ടൊന്നുമില്ല. വാച്ചും മൊബൈലൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ചിലപ്പോ സമയം അറിയാതെ സ്വാമിജി അവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഫോണില് മാപ്പ് നോക്കി വരാനൊന്നും പുള്ളിക്കറിയില്ലല്ലോ. എന്തോ സൂര്യന്റെ നില നോക്കി സമയം പ്രവചിക്കുന്ന സ്വാമിജിക്ക് നേരം തെറ്റില്ലടാ പോത്തെ. സ്വാമിജി അതാരാ? ഏത് സ്വാമി? ജിതേട്ടനോട് ചോദിക്കും. സ്വാമിജി ആരാ? അയാളെന്തിനാ ഇവിടെ വരുന്നേ? അല്ല, അത് വിദ്യയെ ഞാനേ. ഓ കാഷ്ടം. സ്വാമി വന്നു. സ്വാമി 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 സ്വാമി. വന്നാട്ടെ, മാറാ അങ്ങോട്ട്. ഓ, ഒന്ന് നേരെ വിരിച്ചിടാനായിട്ട്. ആസനസ്ഥനായാലും സ്വാമിജി, ആ പാതാരബന്ധങ്ങളൊന്ന് കാണിക്കൂ. നമോവാകം സ്വാമിജി. തെരഞ്ഞെടുപ്പ് അടുത്തു അല്ലേ? ത്രികാലജ്ഞാനി. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ കുറുപ്പേ? മറക്കാൻ പറ്റുമോ സ്വാമി? ഞാനന്ന് വന്ന് സ്വാമിയെ നേരിട്ട് കണ്ടിരുന്നു. അന്ന് സ്വാമി പ്രവചിച്ചായിരുന്നു തോൽവിയാണ് ഫലമെന്ന്. മറിച്ചായിരുന്നോ സംഭവിച്ചത്? അല്ല, തോൽവി തന്നെയായിരുന്നു. 1,90,000 വോട്ടിന്. തോൽക്കുമെന്ന് മാത്രമല്ലല്ലോ ഞാൻ പ്രവചിച്ചത്. അല്ല, കെട്ടിവെച്ച കാശും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ എന്റെ മകൻ ജഗൻ സ്വന്തം ഇഷ്ടപ്രകാരം. അറിയാം. എല്ലാം ഞാൻ അറിയുന്നു. സ്വാമിജി, ഇതാണ് സ്വാമിജി എന്റെ ഇളയ മകൻ ജഗൻ. ഇവന്റെ കാര്യത്തിന് വേണ്ടിയാണ് സ്വാമിയോട് ഇങ്ങോട്ട് എഴുന്നള്ളണമെന്ന് താഴ്മയായി അപേക്ഷിച്ചത്.
ജാതക പൊരുത്തം പോലും നോക്കാതെ കല്യാണം കഴിച്ചതാണ് അവൻ. ആ കറുത്ത സാരി കൊടുത്ത് നിൽക്കുന്നില്ലേ, അതാണ് പെൺകുട്ടി. പേര് വന്ദന, നക്ഷത്രം ചതയം. ഇവൾ ഇവിടെ വന്ന് കാലുകുത്തിയ അന്നു മുതൽ ദോഷങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് സ്വാമിജി. സ്വാമിജി ദോഷജാതകക്കാരിയാ. ആദ്യം താലി കെട്ടാൻ വന്ന പയ്യൻ പാതി വഴി വണ്ടി ഇടിച്ച് ചത്തു. റോഡപകടങ്ങളല്ല ജാതകങ്ങളുടെ വിധി നിർണയിക്കുന്നത്, ഗ്രഹങ്ങളുടെ നിലയാണ്. മനസ്സിൽ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നവളാണ് ഇവൾ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. നറും പാലിൽ കൽക്കണ്ടം കലർത്തിയ മധുരമാണ് ഇവളുടെ ഹൃദയത്തിന്. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ദീർഘസുമംഗലീ ഭവ. കുട്ടി, നിന്റെ സാന്നിധ്യമാണ് ഈ വീടിന്റെ ഉയർച്ചയും ഐശ്വര്യവും. ഇവളുടെ കണ്ണുനീർ ഈ വീട്ടിൽ പതിയരുത്. യാത്രാമധ്യേയാണ് ഇവിടേക്ക് വന്നത്. യാത്ര തുടരേണ്ടതുണ്ട്. ലക്ഷ്യം കൈലാസം. സ്വാമിജി, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടേ. വിജയം അല്ലെങ്കിൽ മൃത്യു. അപമൃത്യു ഫലം. സ്വാമി,